Hi all, Namaskaram. Today let's make a fudgy brownie. സിമ്പിൾ റെസിപ്പിയാണിത്. അതിനായി ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനാദ്യം വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, പിന്നെ വേണ്ടത് ഷുഗർ, അത് പൗഡേർഡ് ആയിരിക്കണം, പിന്നെ എഗ്സ് 2 എണ്ണം. നെക്സ്റ്റ് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതൊരു മസ്റ്റാണ് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ, സീവ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് വെനില എസെൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ആൻഡ് ചോക്ലേറ്റ് ആണ്. അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം മൈക്രോവേവിൽ ജസ്റ്റ് 1 or 2 minutes വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. നെക്സ്റ്റ് നമുക്കൊരു ബൗളിൽ 2 eggs ആൻഡ് പൗഡർഡ് ഷുഗർ ഇടാം. അത് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്രത്തോളം നന്നായി മിക്സ് ചെയ്യുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ബ്രൗണി കിട്ടും. സോ ആ 2 എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ലിക്വിഡായി കിട്ടുമ്പോൾ നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ആൻഡ് ചോക്ലേറ്റ് അതിലേക്ക് ആക്കാം. അതിലേക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ് നൈസ്ലി. അത് ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടത് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് അധികം സമയം അത് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് കോഫി പൗഡർ ഇട്ട് അതും നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, പിന്നെ നമ്മുടെ എടുത്ത് വെച്ച കൊക്കോ പൗഡർ അത് നമ്മൾ സീവ് ചെയ്ത് അതിലേക്ക് ചേർക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ആഡിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്ത് ഇത് ഒരിക്കലും വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചെയ്ത പോലെ നന്നായിട്ട് മിക്സ് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കൂടെ മെല്ലെ നമ്മൾ വിസ്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി കട്ടി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമുക്ക് സോഫ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ കുറച്ച് ചിപ്സ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ ട്രേയിലേക്ക് വെച്ച് അതിലേക്ക് ബാറ്റർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഈക്വലി എത്തുന്ന രീതിയിൽ ട്രേയിലേക്ക് അടിക്കാം. അതിനുശേഷം നമ്മൾ മൈക്രോവേവിലേക്ക് ഒരു കൺവെക്ഷൻ മെത്തേഡിൽ 180 ഡിഗ്രി സെൽഷ്യസ് ഒരു 30 to 35 പറയുന്നത്. സോ 30 minutes വെച്ച് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കത് ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കി അത് ബേക്കായോ നോക്കണം. ഇഫ് ഇറ്റ് സ്റ്റിക്കി ഒന്നുകൂടെ വയ്ക്കാം. അതർവൈസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പം നമ്മൾ പുറത്തെടുത്ത് വെച്ച് അപ്പോൾ തന്നെ നമ്മളത് മുറിക്കരുത്. ഇറ്റ് വിൽ റൂയിൻ ദ ടേസ്റ്റ്. സോ അതൊരു 1/2 hour അല്ലെങ്കിൽ 1 hour ഒന്ന് കൂൾ ചെയ്യാൻ വയ്ക്കുക. കൂൾ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് സ്റ്റിക്കി ആയിരിക്കും, അല്ലെങ്കിൽ ആ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. സോ അത് കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഈസിയസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ബ്രൗണിയാണിത്. ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ആൻഡ് ഇറ്റ്സ് റിയലി ടേസ്റ്റി ആക്ച്വലി. ആൻഡ് നമുക്ക് വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് a big deal. So hope you guys try it out. അതിൽ നമുക്കൊരു പീസ് എടുക്കണം. It's like really nice and really soft inside.